വ്യാജമദ്യം തടയാൻ QR കോഡുമായി ബെവ്കോ. കൊള്ളാം അല്ലേ? അപ്പോൾ വ്യാജമദ്യം ജവാനും മറ്റുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ട് വരുമ്പോൾ അത് വ്യാജമദ്യം ഉണ്ടോ, അത് വ്യാജമദ്യമാണോ എന്ന് തിരിച്ചറിയാൻ നിങ്ങളുടെ മദ്യക്കുപ്പിയിലുള്ള QR കോഡ് സ്കാൻ ചെയ്താൽ മതി. ഓരോ മദ്യക്കുപ്പിക്ക് പുറത്തും QR കോഡ് പതിപ്പിക്കും. വ്യാജമദ്യമാണോ എന്ന് QR കോഡ് നോക്കി മനസ്സിലാക്കാം. QR കോഡ് സ്കാൻ ചെയ്താൽ അത് എവിടെ നിന്ന് വാങ്ങിയതെന്നും കണ്ടെത്താനാകും. 3 ലിറ്ററിൽ കൂടുതൽ മദ്യം ആളുകൾ വാങ്ങുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയും. ഏപ്രിൽ മാസത്തോടെ ഈ സംവിധാനം നിലവിൽ കൊണ്ടുവരുമെന്ന് ബെവ്കോ CMD ഹർഷിത അട്ടല്ലൂരി റിപ്പോർട്ടറിനോട് പറഞ്ഞു. അടിമുടി മാറ്റമാണ് ബെവ്കോയിൽ വരാൻ പോകുന്നതെന്നാണ് CMD ഹർഷിത അട്ടല്ലൂരി പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡ്രൈ ഡേ ഒഴിവാക്കാനുള്ള ആലോചന നടക്കുന്നു ഒരു വശത്ത്, മറ്റൊരു വശത്ത് വാങ്ങുന്ന മദ്യക്കുപ്പികളിൽ QR കോഡ് കൂടി പതിപ്പിക്കാൻ പോവുകയാണ്. സംഭവം ചിലർക്കൊക്കെ പണിയാവും. വ്യാജമദ്യം തടയാൻ വേണ്ടിയാണ് ഒരു QR കോഡ് സംവിധാനം. അത് ഏപ്രിൽ മുതൽ വരുമെന്നുള്ളതാണ്. അങ്ങനെയെല്ലാം സജ്ജമായി കഴിഞ്ഞു. QR കോഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രാക്ക് ആൻഡ് ട്രേസ് സംവിധാനമാണ്. ഓരോ മദ്യക്കുപ്പിയുടെ പുറത്ത് ഒരു QR കോഡ് ഉണ്ടാവും. അത് സ്കാൻ ചെയ്താൽ ആ മദ്യക്കുപ്പി എവിടെ നിന്നാണ് വരുന്നത്, ഏത് ഡിസ്റ്റിലറി, ഏത് കമ്പനി വന്നു, ഏത് വെയർഹൗസിലേക്ക് എത്തി, ഏത് വെയർഹൗസിൽ നിന്ന് ഏത് ഷോപ്പിലേക്ക് വന്നു, ജെന്യുവൻ ബോട്ടിലാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ എക്സൈസ്ക്ക് ഈ QR കോഡ് നോക്കിയിട്ട് സ്കാൻ ചെയ്താൽ അവർക്ക് ഉടൻ തന്നെ മനസ്സിലാവും ജെന്യുവൻ സാധനമാണോ അല്ലെങ്കിൽ ഇത് ഫേക്ക് ആണോ എന്ന്. 2, ഇപ്പോൾ ഈ ലീക്കേജ്, ഇപ്പോൾ നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ 3 ബോട്ടിലധികം നമുക്ക് വിൽപ്പന നടത്താൻ പറ്റില്ല. 3 ലിറ്റേഴ്സാണ് നമ്മുടെ ഒരു ലിമിറ്റ്. അതിന് ഉപരി ഇങ്ങനെ ബൾക്കായിട്ട് വിൽക്കുന്നുണ്ട്. അതും നമുക്ക് ഇത് തടയാൻ പറ്റും. അത് ട്രേസ് ചെയ്യാൻ പറ്റും. ഏത് ഷോപ്പിൽ നിന്നാണ് ഈ സാധനം വന്നത് എന്ന് നമുക്ക് മനസ്സിലായാൽ അത് വെച്ച് നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും. QR കോഡ് ട്രാക്ക് ആൻഡ് ട്രേസ് വന്നാൽ അത് സിസ്റ്റമിനെ തന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് ആക്കും. സുനിഷ എല്ലൂർ ചേരുന്നുണ്ട്. സുനിഷ എല്ലൂർ, CMD പറയുന്നത് പോലെ, ഹർഷിത അട്ടല്ലൂർ പറയുന്നത് പോലെ QR കോഡൊക്കെ വന്നാൽ ഇനി കുപ്പി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന മുന്നറിയിപ്പുണ്ട്. എന്നാൽ പോലും കുപ്പി പൊട്ടിക്കാൻ പോകുന്നതിന് മുമ്പ് QR കോഡൊക്കെ സ്കാൻ ചെയ്ത് നോക്കി ഇത് ഒറിജിനലാണോ വ്യാജനാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുമല്ലേ? വലിയ മാറ്റമാണ് വരാൻ പോകുന്നത് ബെവ്കോയിൽ. ഉറപ്പായും അരുൺ, അങ്ങനെ തന്നെയാണ്. ബെവ്കോയിൽ ഏതായാലും അടിമുടി മാറ്റത്തിലേക്ക് കടക്കുന്നു എന്നത് തന്നെയാണ് CMD നമ്മളോട് പ്രതികരിച്ചപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ പറഞ്ഞതുപോലെ ഏപ്രിൽ മാസം വരാൻ പോകുന്ന ഈ QR കോഡ് സംവിധാനം തന്നെയാണ്. സാധാരണ രീതിയിൽ പലപ്പോഴും പലയിടത്തു നിന്നും ഈ വ്യാജമദ്യം പിടിക്കുന്നു, വ്യാജമദ്യം കടത്തുന്നു, ഈ കൂടുതൽ മദ്യവും കൊണ്ട് ആളുകളെ പിടികൂടുന്നു, അങ്ങനെ തരത്തിലുള്ള വാർത്തകളും കാര്യങ്ങളും ഒക്കെ തന്നെയും പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ തന്നെയും പലപ്പോഴും ഈ പഴുതിലൂടെ ചിലരെങ്കിലും രക്ഷപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കർശനമായി തന്നെ ഈ QR കോഡ് സംവിധാനത്തിലൂടെ ആളുകളെ പിടികൂടാനുള്ളൊരു പദ്ധതിയിലേക്ക് കൂടി ബെവ്കോ നീങ്ങുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതായത് പ്രധാനമായും ഈ മദ്യക്കുപ്പിക്ക് പുറത്ത് ഒരു QR കോഡ് ഘടിപ്പിച്ചിട്ടുണ്ടാവും. ഈ QR കോഡ് പരിശോധിച്ചാൽ അത് എവിടെ നിന്ന് വന്നു, ഏത് ഡിസ്റ്റിലറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു, ഏത് വെയർഹൗസിലേക്ക് പോയി, അത് അവിടെ നിന്നും ഏത് ഷോപ്പിലേക്ക് പോയി എന്നതടക്കമുള്ള മുഴുവൻ ഡീറ്റെയിലും ലഭിക്കുമെന്നുള്ളതാണ്. പലപ്പോഴും ഈ എക്സൈസ് വകുപ്പിന് ഈ പരിശോധന നടത്തുമ്പോൾ ഇത് വ്യാജനാണോ അല്ലെങ്കിൽ ശരിയായ മദ്യമാണോ എന്നതടക്കമുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരാറുണ്ട്. പക്ഷേ നിലവിൽ ഇങ്ങനെ ഒരു സംവിധാനം വരുമ്പോൾ കൃത്യമായി QR കോഡ് സ്കാൻ ചെയ്താൽ തന്നെ അത് ഒറിജിനൽ ആണോ വ്യാജനാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുമെന്നതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൊണ്ട് തന്നെ അവർക്ക് എക്സൈസ് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളവും അത് കൂടുതൽ എളുപ്പമാകുമെന്നതാണ് ഒരു കാര്യം. ഒപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരാൾക്ക് നിശ്ചിത അളവിൽ മാത്രമാണ് ഈ മദ്യം വാങ്ങാനുള്ള ഒരു എന്ന് പറയുന്നത്. അത് 3 ലിറ്ററാണ്. പക്ഷേ 3 ലിറ്ററിൽ കൂടുതൽ അളവിൽ ഈ മദ്യം വിൽക്കുന്നതായും മദ്യം വാങ്ങുന്നതായുമായും പലയിടത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ്. പ്രധാനമായും ചില ഏരിയകളിലൊക്കെ ഇത്തരത്തിലുള്ള പരാതികളും ഉയർന്നു വന്നിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് അതുകൂടി കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. ഇനി 3 ലിറ്ററിൽ കൂടുതൽ നൽകുകയാണെങ്കിൽ അത് ഏത് ഔട്ട്ലെറ്റിൽ നിന്ന് നൽകി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ QR കോഡ് പരിശോധിച്ചാൽ ലഭിക്കുമെന്നതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇങ്ങനെയൊരു QR കോഡ് സംവിധാനം വരുമ്പോൾ ആ ഔട്ട്ലെറ്റിലുള്ളവർ ഇത് നൽകാതിരിക്കും. ഒപ്പം തന്നെ വാങ്ങുന്നവർക്കും അതൊരു പേടിയാകുമെന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു സംവിധാനത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. CMD പറയുന്നത് പ്രകാരം ഏപ്രിൽ മാസത്തോടു കൂടി തന്നെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുമെന്നുള്ളതാണ്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ പൂർണ്ണമായും ഒരു മാറ്റത്തിലേക്ക്, അത് ഓഫീസർമാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണ്. ഒപ്പം തന്നെ വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വ്യാജനാണോ നല്ലതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് പ്രത്യേകത. ഏതായാലും ബെവ്കോ CMD വന്നതിന് ശേഷം, ഈ ഹർഷിത അട്ടല്ലൂരി വന്നതിന് ശേഷം നിരവധി മാറ്റങ്ങൾ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഒരു രസകരമായ ഒരു കമന്റ് വന്നിട്ടുണ്ട് കേട്ടോ സുനിഷ. മൂൺലൈറ്റ് ആണ് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. നമുക്ക് CMD അറിയിക്കാൻ പറ്റുമെങ്കിൽ അറിയിക്കണം എന്നാണ് അവർ പറയുന്നത്. ബെവ്കോ ഇനി ഒരു കുപ്പി വാങ്ങുമ്പോൾ ഒരു കുപ്പി അച്ചാറും കൂടി ഫ്രീ കൊടുക്കാൻ പറയണേ CMDയോട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും അടിമുടി മാറ്റം വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ മദ്യവിൽപ്പനശാലകളുടെ അടുത്ത്
അവർക്ക് സൗകര്യത്തിൽ ഇരുന്ന് കഴിക്കാനൊക്കെയുള്ള സംവിധാനം ഉണ്ടാക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനം വരാൻ പോകുന്നു, പ്രീമിയം ഔട്ട്ലെറ്റുകളുടെ എണ്ണം കൂട്ടാൻ പോകുന്നു എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? അതെ അരുൺ, അങ്ങനെ തന്നെയാണ്. അതായത് സാധാരണ രീതിയിൽ 10 മണി മുതൽ 9 മണി വരെയാണല്ലോ ഈ ഔട്ട്ലെറ്റുകൾ തുറക്കുന്നത്. പക്ഷേ അതിനനുസരിച്ച് തന്നെ വലിയൊരു ക്യൂ എപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നതാണ്. അതും CMDയോട് സംസാരിച്ചപ്പോൾ പറയുന്നത് അതിലും ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നതാണ്. കാരണം ആളുകൾ അവിടേക്ക് വരുമ്പോൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതിനൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രീമിയം ഔട്ട്ലെറ്റുകൾ തുടങ്ങുന്ന കാര്യം ആലോചനയിലുണ്ട് എന്ന് പറയുന്നത്. അത് പ്രധാനമായും ഓരോ ജില്ലയിലെങ്കിലും, അതായത് ഓരോ ജില്ലയിലും ഓരോന്ന് എന്ന വീതമെങ്കിലും അത്തരത്തിലുള്ള ഔട്ട്ലെറ്റുകൾ തുടങ്ങേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതും നിലവിൽ പരിഗണനയിലാണ്. ഉടൻ തന്നെ അത്തരത്തിലുള്ള ഈ ഒരു മാസത്തിനകം തന്നെ അത്തരത്തിലുള്ള പദ്ധതികൾ കൂടി ആലോചിക്കുന്നുണ്ട് എന്നതാണ്. ഒപ്പം തന്നെ ഈ ആളുകൾ കൂടുമ്പോൾ ഈ ആളുകളുടെ സ്ട്രെങ്ത് വളരെ കുറവാണ്, ഈ സ്റ്റാഫ് സ്ട്രെങ്ത് വളരെ കുറവാണ്. അത് പൂർണ്ണമായും ഇതിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കൂടുതൽ സമയം എടുക്കേണ്ടി വരുന്നത്. അത്തരത്തിൽ ആളുകൾ കൂടുതൽ വരുമ്പോൾ അതിലും ഒരു മാറ്റം വരുമെന്നുള്ളത് തന്നെയാണ്. അതായത് ഓരോ തരത്തിലും ഇതിൽ മാറ്റം വരുത്തുന്നു എന്നതാണ്. നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ കുപ്പിക്ക് മേലൊരു ലോക്ക് ഇട്ട് വെക്കുന്നത്. സാധാരണ രീതിയിൽ ആളുകൾ മോഷ്ടിക്കുന്നത്, മദ്യം മോഷ്ടിക്കുന്നതൊക്കെ ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു. പക്ഷേ തിരുവനന്തപുരത്തെ ഈ പവർ ഹൗസ് ഔട്ട്ലെറ്റിൽ നിന്ന് മാത്രം 60,000 രൂപയുടെ മദ്യം ഒരു ദിവസം മോഷണം പോയിട്ടുണ്ട് എന്നതാണ്. അത്തരത്തിൽ അതുകൊണ്ട് തന്നെ ഈ പലയിടങ്ങളിൽ നിന്നായി പോലീസിൽ ലഭിച്ച പരാതി പ്രകാരം മാത്രം 4 ലക്ഷത്തിലധികം രൂപയുടെ മദ്യം ഇത്തരത്തിൽ മോഷണം പോയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മാത്രം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് മാറ്റാൻ വേണ്ടിയായിരുന്നു ഈ മദ്യക്കുപ്പിക്ക് മേലൊരു ലോക്ക് സംവിധാനം കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത്. അതേതായാലും ഈ പവർ ഹൗസ് ഔട്ട്ലെറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി മറ്റെല്ലാ ഔട്ട്ലെറ്റുകളിലേക്കും ഇത് വ്യാപിപ്പിക്കുമെന്നുള്ളതാണ്. അങ്ങനെ പലവിധ മാറ്റങ്ങളുമായി ബെബ്കോ മുന്നോട്ടേക്ക് വരുന്നു എന്നുള്ളതാണ് അരുൺ. ഓക്കെ, താങ്ക് യു. അപ്പോൾ സുനീഷ, കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ കുറച്ചുകൂടി വ്യക്തമാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അടിച്ചു ബോധം പോകുന്നതിന് മുമ്പ് വേണം ഈ QR കോഡ് പരിശോധിക്കാൻ, എന്നാലേ കാര്യങ്ങളൊക്കെ മനസ്സിലാവത്തുള്ളൂ, അല്ലേ സുനീഷ? അതെ അരുൺ, ഉറപ്പായിട്ടും അതെ. അതെ, അല്ലെങ്കിൽ QR കോഡൊന്നും കൃത്യമായിട്ട് പിടിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഉത്തരവാദിത്വത്തോടുകൂടി നിങ്ങൾ മദ്യപിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ മദ്യപിക്കുകയാണെങ്കിൽ മദ്യപിക്കുക. പക്ഷേ ഒരു കാരണവശാലും മദ്യപാനത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം ആണ് എന്ന് ഒരിക്കൽ കൂടി നമ്മൾ പ്രേക്ഷകരോട് പറയട്ടെ. QR കോഡ് വ്യാജമാണോ എന്ന് എങ്ങനെ അറിയും എന്നുള്ളതാണ് ചോദ്യം. അത് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. QR കോഡ് വ്യാജനാണോ റിയലാണോ എന്നുള്ളത് അറിയാൻ സാധിക്കും. 3 ലിറ്റർ കൂടുതലൊക്കെ മദ്യവുമായിട്ടൊക്കെ വന്നാൽ പിടിച്ചാൽ QR കോഡ് സ്കാൻ ചെയ്താൽ അറിയാൻ പറ്റുമെങ്കിൽ ആ QR കോഡ് കീറിക്കളഞ്ഞാൽ പോരെ എന്നുള്ളതാണ് ചോദ്യം. സ്ട്രാറ്റജി നമുക്കുണ്ടല്ലോ, അല്ലേ?